എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ശരണ്യയോട് അലീന പറയുന്നുണ്ട്, നീ ജയിച്ചാൽ ഞാനും ജയിക്കും, നീ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ഞാനും തോറ്റു പോകും മോളെ, അതുകൊണ്ട് നീ അത് മനസ്സിൽ നിന്ന് കളഞ്ഞേക്കരുത്, നന്നായിട്ട് പഠിച്ചോണം എന്നൊക്കെ പറയും. അതിനുശേഷം കൊണ്ടുവന്ന കവറിൻ്റെ അകത്തുനിന്ന് വേറൊരു കവറെടുത്ത് കയ്യിലോട്ട് കൊടുക്കുവാണ്. എന്നിട്ട് പറയും, ഇത് മോൾക്ക് വേണ്ടി ഞാൻ മേടിച്ചതാണ് എന്ന്. അന്നേരം ഇങ്ങനെ കൈ പിടിച്ചിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് ശരണ്യ. അന്നേരം അലീന പറയുന്നുണ്ട്, ഇതേ ഇട്ട് വലിയ ഗമിക്ക് നടക്കാൻ വേണ്ടിയല്ല ഞാൻ തന്നത്, ഇത് കാണുമ്പോഴൊക്കെ എനിക്ക് തന്ന വാക്ക് നീ ഓർക്കണം, അതിനു വേണ്ടിയാട്ടോ തന്നത് എന്ന് പറയും. അന്നേരം ശരണ്യയുടെ മുഖത്തൊരു തെളിച്ചുമില്ല. അന്നേരം എന്താടി സന്തോഷത്തോടെ മേടിക്കുക എന്ന് പറയുമ്പം, ഇതെല്ലാം തന്നിട്ട് ചേച്ചി പോകുമല്ലേ, അതാ എനിക്ക് വിഷമം എന്ന് പറയുമ്പം, അതൊന്നും സാരമില്ല, ഞാൻ ഇടയ്ക്ക് വന്ന് കണ്ടോളാം എന്ന് പറയുന്നു. എന്നിട്ട് കെട്ടിപ്പിടിച്ചൊന്ന് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും ശരണ്യയുടെ അമ്മ അങ്ങോട്ട് വരും. അന്നേരം അമ്മയുടെ കയ്യിലും 2 കവർ എടുത്ത് കൊടുക്കും. ഒന്ന് അമ്മയ്ക്കുള്ള സാരിയും ഒന്നിൻ്റെ അകത്ത് അച്ഛനുള്ള മുണ്ടും ഷർട്ടുമാണ് എന്ന് പറയും. അന്നേരം ശരണ്യയുടെ അമ്മ ചോദിക്കും, എന്തിനാ കൊച്ചെ നീ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയൊക്കെ ഇങ്ങനെ ചിലവാക്കി കളയുന്നത്, ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയുമ്പം, ഇതൊക്കെ എൻ്റെ സന്തോഷത്തിന് വേണ്ടി തന്നെ ഞാൻ ചെയ്തതാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഇങ്ങനെയൊക്കെ ചിലവാക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത് എന്ന് പറയും. അങ്ങനെ ഭയങ്കര സന്തോഷമുണ്ടെങ്കിലും അലീന പോകുന്നതിൻ്റെ വിഷമമാണ് അവർക്ക്. എന്നിട്ട് പറയും, ഇനി ഞാൻ പൊയ്ക്കോട്ടെ എന്ന്. ശരണ്യോട് പറയും, നീയും കൂടെ എൻ്റെ കൂടെ വാടി, ബസ് സ്റ്റോപ്പ് വരെ നമുക്ക് സംസാരിച്ച് പോകാമല്ലോ എന്ന് പറയും. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയം നമ്മുടെ ബാലേന്ദ്രൻ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ബബിതയോട് പറയുന്നുണ്ട്, എനിക്കൊരു ലൈം ടീ എടുത്തു തരാൻ. അന്നേരം ഞാൻ ഇപ്പോൾ എടുത്തു തരാം എന്ന് പറയുമ്പം, കൃഷ്ണമോൾ വരാറായോ എന്ന് ചോദിക്കും. അന്നേരം അവൾക്കിന്ന് ഒരു എക്സാം ഉള്ളച്ച പെട്ടെന്ന് വരും എന്ന് പറയുവാണ്. അന്നേരം പറയുന്നുണ്ട്, അവൾ വന്ന് കഴിയുമ്പം രോഹിത്തിനെയും കൂടി നീ ഒന്ന് വിളിക്കണം കേട്ടോ, ഒരു കാര്യം പറയാനുണ്ട് എന്ന്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ചായ എടുക്കാനായിട്ട് അകത്തേക്ക് പോവാണ് ബബിത. ആ സമയം കൊണ്ട് കൃഷ്ണമോൾ വരും കേട്ടോ. അന്നേരം ബാലേന്ദ്രൻ, എത്തിയോ, എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്ന് ചോദിക്കുമ്പോൾ, നല്ലതായിരുന്നു, ഏതായാലും ഞാൻ എൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ചായയായിട്ട് ബബിതയും വരും. അന്നേരം എനിക്കൂടി ഒരു ചായ തരാമോ, ഞാൻ മടുത്തു എന്ന് പറയുമ്പോൾ, പരീക്ഷയായിട്ട് അവിടെ മല്ലയുദ്ധമായിരുന്നു എന്ന് ചോദിക്കും ബബിത. അന്നേരം ഒരു ചായ താ, അലീന ചേച്ചി എന്തി എന്ന് ചോദിച്ചാൽ അലീനയും വിളിക്കുക. അന്നേരം ഇപ്പോൾ വിളിക്കുക, ഇപ്പം തന്നെ ഇങ്ങോട്ട് എത്തുമെന്ന് ബബിത പറയുമേ. അന്നേരം അതെന്താ അലീന ചേച്ചി ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രനാണ് പറയുന്നത്, അവൾ ശരണ്യെ കാണാൻ വേണ്ടി പോയതാ എന്ന്. അന്നേരം കൂടെ ആരും പോയില്ലേ എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആരെ കൂടെ കൊണ്ടുപോകണം എന്നൊക്കെ അവൾക്കറിയാം, അവളിപ്പം നിലവിൽ തന്നെയാണ് പോയേക്കുന്നത് എന്ന് പറയുമ്പം, അല്ല ഇതിന് മുമ്പ് പോയപ്പം രോഹിയേട്ടനെ കൂടെ കൊണ്ടുപോയായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയും. എന്നിട്ട് ചേച്ചി വരാറായോ, എപ്പോഴാണ് പോയത്, ഇപ്പോൾ വരാൻ സമയം ആയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കൃഷ്ണമോള്. അന്നേരം വരാറായോ എന്നറിയണമെങ്കിൽ വിളിച്ച് ചോദിക്കേണ്ടി വരും, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കൊല്ലപ്പള്ളിയിലൂടെ പോയിട്ട് അവൾ വരുവുള്ളൂ എന്ന് പറയുമ്പം കൃഷ്ണമോള് ചോദിക്കും, അതെന്തിനാ ഒറ്റയ്ക്ക് കൊല്ലപ്പള്ളി പോണേ എന്ന്. അന്നേരം അതിനും കാരണമുണ്ട്, പറയാം എന്ന് പറയും. എന്നിട്ട് രോഹിയെയും കൂടി വിളിക്കുക എന്ന് കൃഷ്ണമോളോട് പറയുക. അന്നേരം കൃഷ്ണമോള് താഴെ സ്റ്റെയറിൻ്റെ മൂട്ടി നിന്നിട്ട് തന്നെ വിളിക്കുവാണ് ഉറക്കെ, രോഹിയേട്ടാ രോഹിയേട്ടാ എന്ന്. അന്നേരം എന്നെ ശബ്ദമാടി നാട്ടുകാർ ഓടിക്കൂടുമല്ലോ, ഇതെന്തൊരു കഷ്ടമാണ് എന്ന് ചോദിക്കും ബാലേന്ദ്രൻ. അന്നേരം കൃഷ്ണമോള് പറയാം, അച്ഛാ മേളി വരെ നടക്കാൻ എന്നെക്കൊണ്ട് പറ്റൂല, അതുകൊണ്ടാണ് എന്ന്. ഏതായാലും കൃഷ്ണമോളുടെ ഈ അലറി വിളിയൊക്കെ കേട്ടിട്ട് രോഹിയൊക്കെ എന്നെ തടി അവിടെ കിടന്ന് അലറുന്നേ എന്ന്. അന്നേരം എന്തേ അച്ഛൻ വിളിക്കുന്നു, ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന് പറയും. അങ്ങനെ രോഹിത്തോടെ ഇറങ്ങി വന്നതിന് ശേഷം ബാലേന്ദ്രൻ പറയുവാണ്, ഞാൻ നിങ്ങളോട് എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയാൻ തുടങ്ങുവാണ്, അത് നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്, പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറയാം. നാളെ അലീന ഇവിടുന്ന് പോകുവാണ് എന്ന് പറയും. അന്നേരം എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. ബബിത ചോദിക്കും, നാളെയോ എന്ന്. അന്നേരം അതെ, നാളെ തന്നെ അവൾ ഇവിടുന്ന് പോകുക എന്ന് പറയുമ്പം, ഇത്ര പെട്ടെന്നോ എന്ന് ചോദിക്കുവാണ് കൃഷ്ണമോള്. അന്നേരം ബാലേന്ദ്രൻ പറയും, പെട്ടെന്ന് എന്ന് നമുക്ക് തോന്നുന്നതല്ലേ, എത്ര കാലമായി അവൾ ഇങ്ങനൊരു കാര്യം പറയുന്നത്, ഏതായാലും അവൾ നാളെ തന്നെ പോകും എന്ന് പറയുമ്പം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, ചേച്ചീനെ ഇവിടുന്ന് പറഞ്ഞു വിടാതിരിക്കാൻ യാതൊരു മാർഗവും ഇല്ലേ അച്ഛാ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിടുന്നതല്ലല്ലോ, പോകാനുള്ള തീരുമാനം അവളുടെയല്ലേ, പിന്നെ അവൾ ഇവിടുന്ന് പോകുന്നതിനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് നന്നായിട്ട് അറിയാവുന്നത് നിനക്കല്ലേ എന്ന് കൃഷ്ണമോള് ചോദിക്കുവാണ്. അന്നേരം ബബിതയും രോഹിയും ഇങ്ങനെ കൃഷ്ണമോളെ നോക്കുന്നുണ്ട്. അത് കഴിയുമ്പം രോഹിത് ചോദിക്കും, അച്ഛൻ കണ്ടുപിടിച്ച സ്ഥലത്തേക്ക് തന്നെയാണോ പോകുന്നത് എന്ന്. അന്നേരം പറയും, അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്, അതൊരു നല്ല സ്ഥലമാണ്, നല്ല വീടാണ്, ഇതിനേക്കാൾ വലിയ വീടാണ്, കുറേ പട്ടികളൊക്കെ ഉണ്ട്, നല്ല ആൾക്കാരാണ് എന്നൊക്കെ പറയുമ്പം ബബിത ചോദിക്കും, അതെന്താ വെച്ചാൽ നമ്മൾ നല്ല ആൾക്കാരല്ലായിരുന്നോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നമ്മൾ അത്ര നല്ല ആൾക്കാരൊന്നും അല്ലായിരുന്നു, അലീനയും കൂടി നമ്മുടെ കൂടിയാണ് നമ്മളിങ്ങനെ നല്ല ആൾക്കാരാക്കി തീർത്തത്, അതുകൊണ്ട് തന്നെ അവൾ പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടാകും എന്ന് എനിക്കറിയാം, നമുക്കാണ് നഷ്ടം ഉണ്ടാകാൻ പോകുന്നത്, അതിൻ്റെ ആഴം എത്രയാണ് എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കത്തില്ല, അത് ഒക്കെ എന്താണെങ്കിലും അവൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളാരും വിഷമം കാണിക്കരുത്, അവൾ ഇവിടുന്ന് സന്തോഷത്തോടെ പോട്ടെ എന്ന് പറയുവാണ്. ഇത്രയും കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുവാട്ടോ 3 പേരും. തിരിച്ചൊന്നും പറയുന്നില്ല. പിന്നെ അവർ
പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനുവിനെയാണ്. മനുവിന് ഓഫീസിൽ എന്തോ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. അതൊക്കെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്ന അലീനെ കാണുന്നത്. അന്നേരം ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ വന്നിങ്ങനെ നോക്കി നിൽക്കുവാണ്. അന്നേരം എന്താ മനുവേട്ടാ എന്ന് ചോദിക്കുമ്പം, അല്ല ഇങ്ങനെ ഒരു വരവ് ഞാൻ പ്രതീക്ഷിച്ചില്ല, വേറെ പലതുമായിരുന്നു എൻ്റെ മനസ്സിൽ എന്ന് പറയുമ്പം, അതെന്നാ എന്ന് ചോദിക്കും. അന്നേരം അതിപ്പം ഞാൻ പറയുന്നില്ല, അതൊന്ന് നടപ്പിലാക്കി എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയും. എന്നിട്ട് ചോദിക്കും, എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് മനസ്സിലായില്ല, എന്ത് ധൈര്യത്തിലാണ് ഇങ്ങോട്ട് വന്നത്? നിൻ്റെ നമ്പർ 1 ശത്രുവായ ആൻറ്റിയും നമ്പർ 2 ശത്രുവായ എൻ്റെ അമ്മയുള്ള വീട്ടിലേക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് വരാനുള്ള കാരണം എന്താ എന്ന് ചോദിക്കുമ്പോൾ, ഒന്ന് പോ മനുവേട്ട എന്ന് പറയും. അന്നേരം അല്ല, ആ ധൈര്യം ഞാൻ സമ്മതിച്ച് തന്നേക്കുന്നു എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, ആരൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ആ കൂടെ മനുവേട്ടൻ കാണുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് പോകുന്നത് എന്ന് പറയും. അന്നേരം മനു ഇന്ന് ചിരിച്ചിട്ട്, അതായിക്കോട്ടെ, വന്നതിനൊരു ഉദ്ദേശം കാണൂല, അതെന്താ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുവാണ്, മനുവേട്ട ഞാൻ പറഞ്ഞായിരുന്നല്ലോ വീട്ടിൽ നിന്ന് പോകുമെന്ന്, അത് നാളെയാണ്, അച്ഛൻ കണ്ടുപിടിച്ച വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്, അത് പറയാൻ വേണ്ടിയാണ് വന്നത് എന്ന് പറയുമ്പോഴേക്കും മനുവിൻ്റെ മുഖമൊക്കെ മാറുവേ. അപ്പം യാത്ര ചോദിക്കാനാണോ വന്നത് എന്ന് ചോദിക്കും. അന്നേരം അതെ, എല്ലാവരോടും യാത്ര ചോദിക്കണം, ആദ്യം മേഡത്തോട് യാത്ര ചോദിക്കണം, പിന്നെ ഈ വീട്ടിലുള്ള എല്ലാവരോടും യാത്ര ചോദിക്കണം എന്ന് പറയുമ്പോൾ മനു ചോദിക്കും, എന്നോടോ എന്ന്. അന്നേരം അലീന ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. അന്നേരം ഏതായാലും എനിക്കെല്ലാം മനസ്സിലായി, കയറുക, വന്ന കാര്യം ഇങ്ങ് നടത്തിയേക്കാം എന്ന് പറയുവാണ്. അന്നേരം ഇങ്ങനെ വിഷമിച്ച് നിൽക്കും അലീനെ. മനു അങ്ങോട്ട് നടന്നു പോകുമ്പോഴും നിന്നിടത്തുനിന്ന് അനങ്ങുന്നില്ല. അന്നേരം ഇങ്ങോട്ട് വരുന്നില്ല, ഇങ്ങ് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അത് കഴിഞ്ഞ് അലീനെ കൂടെ കയറി ചെല്ലും. ചെന്ന് കഴിയുമ്പോഴേക്കും ഹാളിൽ നിന്നുകൊണ്ട് മനു ചോദിക്കും, ആരെയാണ് ആദ്യം കാണേണ്ടത്? ആൻറ്റി ഇവിടെ ഉണ്ട്, അതുപോലെ വെല്ലിച്ചനും അച്ഛനും ഒക്കെ ഉണ്ട്, മുത്തശ്ശിയുണ്ട്, അമ്മയും രഞ്ജുവും കൂടെ പുറത്ത് പോയേക്കുക, നിനക്ക് ആരെയാണ് ആദ്യം കാണേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് ഈ വീട്ടിലോട്ട് വന്നത് എൻ്റെ അമ്മയെ കാണാൻ വേണ്ടിയായിരുന്നു. ആ സമയത്ത് എന്നോട് എൻ്റെ മമ്മി പറഞ്ഞു വിട്ടിരുന്നത്, നീ ആരാണ് എന്നുള്ള കാര്യം ആ വീട്ടിലുള്ളവരോ നിൻ്റെ അമ്മയോ അറിയരുത്, നീ മൂലം ആ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നായിരുന്നു. ഈ 2 കാര്യങ്ങളും എനിക്ക് പാലിക്കാൻ സാധിച്ചില്ല മനുവേട്ട, അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അമ്മയെ കണ്ടോളാം എന്ന് പറയുന്നു. അന്നേരം അങ്ങനെയാണെങ്കിൽ ആൻറ്റി മുകളിലെ രഞ്ജുവിൻ്റെ റൂമിലാണ്, നമുക്ക് അവിടെ പോയി കാണാം, നീ പോരെ എന്ന് പറഞ്ഞ് രണ്ടുപേരോട് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അവിടെ ചെന്ന് വാതിലിനെ മുട്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് മനു ചോദിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന്. അന്നേരം വേണമെന്നില്ല എന്ന് പറയുമ്പം മനു പറയും, ഏതായാലും യാത്ര ചോദിക്കലല്ലേ, ആ സമയത്ത് ഞാൻ കൂടി ഇല്ലാത്തതാണ് നല്ലത് എന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിലും വാതിൽ ഓർക്കുകയെ അലീനെ കാണുന്നേക്കും സ്വാഭാവികമായിട്ടും വൈജയന്തിയുടെ മുഖഭാവം മാറുമല്ലോ. എന്താ മനു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അലീനയ്ക്ക് എന്തൊക്കെയോ ആൻറ്റിയോട് സംസാരിക്കാനുണ്ട് എന്ന് പറയും. അന്നേരം എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറയുവാണ് വൈജയന്തി. അന്നേരം അലീന പറയുന്നുണ്ട്, എനിക്കാണ് സംസാരിക്കാനുള്ളത് എന്ന്. അന്നേരം ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകും വൈജയന്തി. കൂടെ അകത്തേക്ക് കയറുവാണ് മനു. എന്നിട്ട് മനു അകത്ത് കയറി നിന്നിട്ട് പറയുന്നുണ്ട്, അതെ ആൻറ്റി, അവസാന ചാൻസാണ്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക എന്ന് പറയുമ്പം, എനിക്കൊന്നും പറയാനില്ല എന്ന് പറയും. അന്നേരം ആയിക്കോട്ടെ, നിങ്ങളായി നിങ്ങളുടെ പാടായി, എന്താണെന്ന് വെച്ചാൽ കാണിച്ചു എന്ന് പറയും. എന്നിട്ട് അലീനോട് പറയുന്നുണ്ട്, സംസാരിക്കാനുള്ളതൊക്കെ സംസാരിച്ചു, എന്ത് വേണമെങ്കിലും ആയിക്കോ, തല്ലുകൂടരുത് എന്ന് മാത്രം പറഞ്ഞിട്ട് മനു അങ്ങോട്ട് ഇറങ്ങി പോകുന്നു. മനു പോയി ഇറങ്ങി പോകുന്ന കൂട്ടത്തിൽ വാതിൽ അടച്ചിട്ടാട്ടോ പോകുന്നത്. പോയി കഴിയുമ്പോഴത്തേക്കും അലീന പറയുന്നുണ്ട്, ഞാൻ നാളെ വീട്ടിൽ നിന്ന് പോകുവാണ്, അത് അറിയിക്കാനാണ് ഞാൻ വന്നത്. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പിന്നെ ഞാനായിട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റൊക്കെ ചെയ്തത് എന്നോടല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും, ഞാൻ എന്ത് തെറ്റാടി നിന്നോട് ചെയ്തത്? എൻ്റെ വീട്ടിൽ നിന്ന് നീ ഇറങ്ങിപ്പോണം എന്ന് ഞാൻ പറഞ്ഞതാണോ നിന്നോട് ഞാൻ ചെയ്ത തെറ്റ്? എന്നിട്ട് നീ കേട്ടില്ലല്ലോ, നീ അവിടെ അള്ളിപ്പിടിച്ച് കിടക്കുമല്ലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയും, ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാതിരുന്നത് മേഡത്തിന് വേണ്ടിയാണ്, മേഡത്തിൻ്റെ കുടുംബം തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പറയുമ്പം വൈജയന്തി ചോദിക്കുന്നുണ്ട്, എൻ്റെ കുടുംബത്തിന് എന്തായിരുന്നു പ്രശ്നം? അത് കടം കയറി നശിക്കാറായി ഇരിക്കുമായിരുന്നോ, അതോ മീനച്ചിലായിട്ട് മുങ്ങിത്താഴാൻ തുടങ്ങുമായിരുന്നോ? എന്ത് പ്രശ്നം ഉണ്ടായിട്ടാണ് നീ അതിനെ കരകയറ്റാൻ നോക്കിയത്? എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട്, ആ വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ആ പ്രശ്നങ്ങളെല്ലാം ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ആ വീട്ടിൽ യാതൊരു പ്രശ്നവുമില്ല, അങ്ങോട്ട് മാഡം തിരിച്ചു തന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി, നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മതി എന്നൊക്കെ പറയുമ്പം വൈജയന്തി ചോദിക്കും, എൻ്റെ കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നീയാണോ തീരുമാനിക്കുന്നത്? അല്ലല്ലോ, അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എനിക്കറിയാം എന്നോടെ പറയുക. അന്നേരം അലീന എൻ്റെ കൂടെ പറയും, തിരിച്ചു ചെന്നതിന് ശേഷം അച്ഛനെ പ്രകോപിപ്പിക്കാൻ നിൽക്കരുത്, അച്ഛൻ ഇപ്പം തന്നെ ഒരുപാട് ക്ഷമിച്ചും സഹിച്ചുമാണ് നിൽക്കുന്നത്, അതിൽ കൂടുതലൊന്നും അച്ഛനെ കൊണ്ട് സാധിക്കത്തില്ല, അതുകൊണ്ട് അച്ഛനെ ഇനി പ്രകോപിപ്പിക്കരുത്, പണ്ടത്തെ അഹങ്കാരവും മുഷ്കവും ഒന്നും അച്ഛൻ്റെ മുന്നിൽ എടുക്കരുത്, കുറച്ചുകൂടെ സമാധാനത്തോടെ ജീവിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വരും. നീ ആരടി എന്നെ ഉപദേശിക്കാൻ? 10-21 വർഷം ഞാൻ ആ മനുഷ്യൻ്റെ കൂടെ ജീവിച്ചതാണ്, എന്നിട്ട് നരുന്ത് പോലെയുള്ള നീ എന്നെ വന്ന് ഉപദേശിക്കുന്നോ? അതിൻ്റെ ആവശ്യം എന്താണ് എന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല, അങ്ങനെ ഒരു കാര്യം നീ ചിന്തിക്കുകയേ വേണ്ട, എന്നെ
അത്രത്തോളം നീ ഉപദ്രവിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വൈജയന്തി പറയുവാണ്, നീ ഒരു കാലത്തും രക്ഷപ്പെടുത്തില്ല, എവിടെ പോയാലും നീ കുണം പിടിക്കത്തില്ലടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അന്നേരം അലീന ഇതെല്ലാം കേട്ടിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട് വൈജയന്തി, നീ വരുന്നതിന് മുമ്പ് നല്ല ഭംഗിയായിട്ട് സമാധാനത്തോടെ പോയതായിരുന്നു എൻ്റെ കുടുംബം. ആ കുടുംബം തകർത്തത് നീ ഒറ്റയൊരുത്തിയാണ്. നീ നിൻ്റെ വലതുകാല് വെച്ച് അങ്ങോട്ട് കയറിയതിന് ശേഷമാണ് എൻ്റെ കുടുംബത്തിൽ മനസ്സമാധാനക്കേടും അപമാനവും ഒക്കെ ഉണ്ടായത്. അതിനു മുമ്പ് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട്, അതെല്ലാം ഞാൻ സമ്മതിച്ചു, അതുകൊണ്ടാണല്ലോ ഞാനിവിടെ വന്ന് ക്ഷമ ചോദിച്ചത് എന്ന് പറയുമ്പം, നിന്നോട് ക്ഷമിക്കില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം നീ എന്നോട് ചെയ്ത ദ്രോഹങ്ങളൊന്നും ഞാൻ മറക്കില്ല, നിന്നോട് ക്ഷമിക്കില്ല എന്ന് പറയുന്നു. അന്നേരം അലീന പറയുന്നുണ്ട്, ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. 21 വർഷക്കാലം അച്ഛൻ്റെ കൂടെ ജീവിച്ച കാര്യം പറഞ്ഞല്ലോ. അതിനു മുമ്പ് ആ 21 വർഷങ്ങൾക്ക് മുമ്പും ആഗ്രയിൽ ഒരു ജീവിതം ജീവിച്ചായിരുന്നല്ലോ ആണൊരുത്തൻ്റെ കൂടെ. അതുകൊണ്ട് ആ ഒരു ജീവിതവും മനസ്സിൽ കാണണം. ആ ജീവിതം മനസ്സിൽ വെച്ച് ഇനി അച്ഛനോട് പെരുമാറാവുള്ളൂ. അല്ലാതെ അച്ഛൻ്റെ അടുത്ത് ഇനി അഹങ്കാരം കാണിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഈ രീതിയിൽ നിൽക്കത്തില്ല. കുടുംബം നശിച്ചു പോകും. പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിൽ ആ കുടുംബം തകർന്നു പോകും. ആ കാര്യം കൂടി ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചു പറയാനൊന്നുമില്ലാതെ ഇങ്ങനെ തകർന്ന് നിൽക്കുന്ന വൈജയന്തിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോയിൽ അലീന പറയുന്നുണ്ട്, എൻ്റെ അമ്മയായിരുന്നു, എൻ്റെ അമ്മ തന്നെയായിരുന്നു, അമ്മയെപ്പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അന്നേരം വലിയ പ്രതികരിക്കാതെ ഇങ്ങനെ തകർന്ന് നിൽക്കുക കേട്ടോ വൈജയന്തി ഒരിക്കലും മനസ്സിൽ കരുതിയില്ല അലീന ഈ ആഗ്രയിലെ കാര്യം പറയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാലും ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയാം എന്ന് വൈജയന്തിക്ക് അറിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ തകർന്ന് നിൽക്കുക, പിന്നെ ഒന്നും പറയുന്നില്ല. പിന്നെ ഇതിന് ശേഷം അലീന മുത്തശ്ശിയെ കാണുന്നു, മുത്തശ്ശിയോട് യാത്ര ചോദിക്കുന്നു. എനിക്ക് നല്ല ഡ്രസ്സ് കിട്ടിയതും നല്ല ഭക്ഷണം കഴിച്ചതും ഡൈനിങ് ടേബിളിൽ എല്ലാവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്ത് ആ കുടുംബത്തിലെത്തിയതിന് ശേഷമാണ്. അതിനു മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അലീന മുത്തശ്ശിയോട് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു കൊണ്ടുവിടാൻ പോരുന്നത് മനുവാണ്. മനുവിൻ്റെ കൂടെ വണ്ടിയിൽ കയറിയിരുന്ന് കഴിയുമ്പോൾ മനു അലീനയുടെ കയ്യിൽ എന്തോ വാക്ക് മേടിക്കുന്നുണ്ട്. കൈ കാണിക്കുന്നു. കൈയിലേക്ക് സത്യം ചെയ്ത് കൊടുക്കുന്ന പോലെ മുറുക്കെ പിടിച്ച് ഇരിക്കുന്ന അലീനയെ കാണിക്കുന്നുണ്ട്. അതത്രയും കാണുമ്പോൾ മനുവിൻ്റെ മുഖത്ത് ഇതിൽ സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. ഇതായാലും ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.